സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ കൊച്ചിയിലെ വിജയികളായ 3 പ്രതിഭകൾക്ക് കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകി. ആദരിക്കൽ ചടങ്ങ് സിനിമാ താരം സാജൻ പള്ളുരുത്തി ഉദ്ഘാടനം ചെയ്തു. കലോത്സവ കലാപ്രതിഭകളുടെ ഗസൽ, മലയാളം കവിതാരചന, അറബി പദ്യം ചൊല്ലൽ എന്നിവ സദസ്സിന് കൂടുതൽ മിഴിവേകി. ചുള്ളിക്കൽ ആയുഷ് യോഗ സെന്ററിൽ വെച്ചാണ് സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ വിജയികളായ കൊച്ചിയിലെ 3 പ്രതിഭകൾക്ക് കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ ആദരവ് നൽകിയത്. സംസ്ഥാന സ്കൂൾ കലോത്സവത്തിൽ ഗസൽ ആലാപനത്തിൽ 1ാം സ്ഥാനം നേടിയ ആലിയ റിയാസ് കൊച്ചി, മലയാളം കവിതാരചനയിൽ 1ാം സ്ഥാനം നേടിയ ശ്രേയ PV പുത്തൻതോട്, അറബി പദ്യം ചൊല്ലലിന് 1ാം സ്ഥാനം നേടിയ ഫർസാന നിയാസ് കൊച്ചി എന്നിവർക്ക് സിനിമാ താരം സാജൻ പള്ളുരുത്തി പുരസ്കാരം നൽകി. ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ ഒരു മുദ്ര പതിപ്പിക്കുകയും എവിടെ നിന്നാണ് മുദ്ര പതിപ്പിക്കേണ്ടതെന്ന് വെച്ചാൽ ഓരോ രംഗത്തും മികവ് തെളിയിക്കാൻ നമുക്ക് കഴിയും. അതിന് ഇന്ന മതമോ ഇന്ന ജാതിയോ ഇന്ന മനുഷ്യനോ അങ്ങനെയൊന്നുമില്ല. നമ്മുടെ കൺമുന്നിൽ കാണുന്നവരൊക്കെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ളവരും പാട്ടുകാരും ഒക്കെ എടുത്തു വെച്ച് നോക്കുകയാണെങ്കിൽ എല്ലാ മതവിഭാഗത്തിൽപ്പെട്ട ആളുകൾക്കും അവരുടെ മനുഷ്യന്റെ നന്മകളെ കലയായിട്ട് പ്രകടിപ്പിക്കാനുള്ള അവസരങ്ങളുണ്ട്. കലാകാരനേക്കാൾ വലുതാണ് ഇത് സംഘടിപ്പിക്കുന്നവരും കല ആസ്വദിക്കുന്നവരും. ഈ ആസ്വദിക്കുന്നവരും മുമ്പിലുള്ളത് കൊണ്ടാണ് നമുക്കിത് ചെയ്യാൻ പറ്റുന്നത്. ഗാന്ധിജിയെ കുറിച്ച് പറഞ്ഞത് നമുക്കിതൊക്കെ ഓടി ഒരുത്തൻ ഓട്ട മത്സരത്തിൽ 1ാമതായി ജയിക്കുമ്പോൾ അവന്റെ വിജയം എന്ന് പറയുന്നത് അവൻ വിജയിച്ചു എന്നതാണ്. പക്ഷേ പുറകിലോടാൻ ഒരുപാട് പേരുള്ളത് കൊണ്ടാണ് അവൻ മുമ്പിലേക്ക് എത്തിയതെന്ന് അവനൊന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ അവന്റെ വിജയം ഒരിക്കലും അഹങ്കാരത്തിലേക്ക് വരില്ല. അതാണ് അതിന്റെ പ്രധാന ഘടകം. ചടങ്ങിൽ കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് സലീം ഷുക്കൂറിന്റെ അധ്യക്ഷതയിൽ ചവിട്ടുനാടക കലാകാരൻ കലാശ്രീ ബ്രിട്ടോ വിൻസെന്റ്, കലാ സാംസ്കാരിക പ്രവർത്തകൻ PE ഹമീദ്, ഷംസു യാക്കൂബ്, രാജീവ് പള്ളുരുത്തി, M താഹിറ കോയ, D ഷക്കീൽ സേഠ്, ആന്റണി പള്ളുരുത്തി, EK അബ്ദുൽ കലാം, അനീഷ് കൊച്ചി, ഗായിക സ്വാലിഹ റിയാസ് എന്നിവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. എല്ലാ രംഗത്തും, കലാരംഗത്തും വിദ്യാഭ്യാസ രംഗത്തും സാമൂഹ്യ പ്രവർത്തന രംഗത്തൊക്കെ കുറെ പുതിയ കുട്ടികൾ കടന്നു വരുന്നു എന്നുള്ളത് നമ്മളെയൊക്കെ സംബന്ധിച്ച് വളരെ നല്ല കാര്യമാണ്. സമൂഹത്തിലെ ചിത്രശക്തികൾ ഒരുവർക്ക് നടക്കുമ്പോഴും മഹാഭൂരിപക്ഷം നന്മയിലേക്ക് കടന്നു വരുന്നു, അല്ലെങ്കിൽ കലാരംഗത്തേക്ക് കടന്നു വരുന്നു. കാലഘട്ടത്തിൽ ആദരവ് എന്ന് പറയുന്ന ഒരു സംഭവമില്ല. വളരെ വലിയ വലിയ വ്യക്തിത്വങ്ങൾക്ക് മാത്രമുള്ള ഒന്നായി മാറിയതായിരുന്നു ഈ ആദരവ് എന്ന് പറയുന്നത്. പക്ഷേ ഈ ആദരവ് എന്ന് പറയുന്നത് നമ്മുടെ വളർന്നു വരുന്ന കുട്ടികൾക്കും തലമുറകൾ കൊടുത്തില്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് ഇത് ആദരവാകും? അവരാണല്ലോ ഇനി ഭാവിയിൽ വലിയ ആദരവ് വാങ്ങിക്കൊണ്ട് ചെറിയ ആദരവിലൂടെ എനിക്ക് കിട്ടിയതാണെന്ന് പറഞ്ഞുകൊണ്ട് അവർക്ക് വളരാനുള്ളൊരു അവസരം നമ്മളല്ലേ കൊടുക്കേണ്ടത്. ഷീജ സുധീർ, A സുമയ്യ, ഖദീജ ഫൈസൽ, ഷൈല സലീം എന്നിവർ നേതൃത്വം നൽകി. കലോത്സവ കലാപ്രതിഭകളുടെ ഗസൽ, മലയാളം കവിതാരചന, അറബി പദ്യം ചൊല്ലൽ എന്നിവ സദസ്സിന് കൂടുതൽ മാറ്റുകൂട്ടി. ന്യൂസ് ബ്യൂറോ, കൊച്ചി. നിങ്ങളുടെ വീട്ടിലേക്ക് ആവശ്യമായ നല്ല ഫാം ഫ്രഷ് വെജിറ്റബിൾസ്, എല്ലാ നിത്യോപയോഗ സാധനങ്ങളും ചുള്ളിക്കൽ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിൽ നിങ്ങൾക്ക് ലഭ്യമാണ്. അതും വമ്പിച്ച വിലക്കുറവിൽ. ഇനി വിവിധ ഷോപ്പുകളിൽ കയറി സമയം കളയണ്ട. നിങ്ങൾക്ക് ആവശ്യമായ പ്രോഡക്ട്സുകൾ ഏറ്റവും കുറഞ്ഞ വിലയിൽ സോൾട്ട് ഹൈപ്പർ മാർക്കറ്റിൽ ഷോപ്പ് ചെയ്യാം. സോൾട്ട് ഹൈപ്പർ മാർക്കറ്റ്.